blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, തുതിയൂരിൽ നിന്നുള്ള ടി ജയകുമാറിനും ലില്ലി ജയകുമാറിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. കർത്താവേ, സ്വന്തമായ ഒരു ഭവനം അവർക്ക് കൊടുക്കണമേ. മക്കളുടെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദാമ്പത്യ ജീവിതത്തെയും കുടുംബത്തെയും അങ്ങ് ഏറ്റവും അനുഗ്രഹിക്കണമേ. പുനെയിൽ നിന്നുള്ള ലിജോയ്ക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം അങ്ങ് നൽകണമേ. ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിനു വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ചെറുകുന്നത്ത് നിന്നുള്ള കെസിയ മത്തായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡസ്റ്റ് അലർജിയിൽ നിന്നും പൂർണ്ണ സൗഖ്യ കർത്താവെ അങ്ങ് കൊടുക്കണമേ. നല്ലൊരു ഭാവി, ശുഭകരമായൊരു ഭാവി കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള സാറാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകന് ഒരു പെർമനൻ്റ് വിസ ലഭിക്കുവാൻ, നല്ലൊരു ജോലി ബഹ്റിനിൽ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നാമത്തിൽ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. You read Matthew chapter 28, മത്തായിയുടെ സുവിശേഷം 28 നിങ്ങൾ വായിച്ചാൽ verse number 20, just before he ascended to heaven to his father, 20ാമത്തെ വചനത്തിൽ യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുൻപ് last words he spoke was this: I am there with you till the end of this age. യേശു കർത്താവ് പറഞ്ഞ അവസാനത്തെ വാക്കുകൾ ഇതാണ്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. Hallelujah. ഹല്ലേലൂയ. Jesus never said every Sunday I'll be with you in the Sunday service. യേശു കർത്താവ് എല്ലാ ഞായറാഴ്ചയും സൺഡേ സർവീസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. Jesus never said every Sunday we will meet you in the Sunday in the church. യേശു കർത്താവ് എല്ലാ ഞായറാഴ്ചയും സഭയിൽ വെച്ച് പള്ളിയിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞിട്ടില്ല. See you there? No, Jesus never said that. Jesus said till the end of the age I am there. പകരം യേശു കർത്താവ് with you always. പകരം യേശു കർത്താവ് പറഞ്ഞത് നോക്കുക: ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. This is not about 2 or 3 gathering in my name. No, that's for a meeting. That is something else. This is individually. I will be there with you wherever you go. ഈ കാര്യം എന്നുള്ളത് 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരിക എന്ന് പറയുന്നതല്ല. അതൊരു കൂട്ടായ്മയുടെ കാര്യത്തിലാണ്, അതൊരു മീറ്റിങ്ങിന്റെ കാര്യത്തിലാണ്. എന്നാൽ വ്യക്തിപരമായി ഓരോരുത്തരുടെയും കാര്യത്തിൽ അവസാന നാളോളം അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. He can never change his word. അവൻ ഒരിക്കലും തന്നെ വാക്കുമാറ്റാൻ പറ്റില്ല. Why? Because he is a king. കാരണം അവൻ രാജാവാണ്. A king can never change his word. ഒരു രാജാവിന് ഒരിക്കലും വാക്കുമാറ്റുവാൻ സാധ്യമല്ല. God is not just a king, he is the king of kings. നമ്മുടെ ദൈവമാണെങ്കിൽ രാജാവ് മാത്രമല്ല, അവൻ രാജാതി രാജാവും കൂടിയാണ്. Hallelujah. ഹല്ലേലൂയ. Lift your hands and say, Jesus is with me. എല്ലാവരും കൈകൾ ഉയർത്തിയിട്ട് ഉറക്കെ പറഞ്ഞാലും യേശു എൻ്റെ കൂടെയുണ്ട്. Always Jesus is with me. ഉറക്കെ പറഞ്ഞ എല്ലായ്പ്പോഴും യേശു എൻ്റെ കൂടെയുണ്ട്. When I am sick, Jesus is there. ഞാൻ രോഗിയായിരിക്കുമ്പോൾ യേശു എൻ്റെ കൂടെയുണ്ട്. Healthy, Jesus is there. ഞാൻ ആരോഗ്യവാന്മാരായിരിക്കുമ്പോഴും യേശു എൻ്റെ കൂടെയുണ്ട്. When I am in trouble, Jesus is there. ഞാൻ പ്രശ്നത്തിലായിരിക്കുമ്പോൾ യേശു എൻ്റെ കൂടെയുണ്ട്. When I am in waters, Jesus is there. ഞാൻ വെള്ളത്തിലായിരിക്കുമ്പോൾ യേശു എൻ്റെ കൂടെ. When I am in fire, Jesus is there. ഞാൻ തീക്കകത്തായിരിക്കുമ്പോൾ യേശു എൻ്റെ കൂടെ. When I am alone, Jesus is there. ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ യേശു എൻ്റെ കൂടെ. When I am among the crowd, Jesus is there. ജനക്കൂട്ടത്തിന്റെ നടുവിലായിരിക്കുമ്പോഴും യേശു എൻ്റെ കൂടെ. When I am in the house, Jesus is there. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ യേശു എൻ്റെ കൂടെ. When I am in the supermarket, Jesus is there. ഞാൻ സൂപ്പർമാർക്കറ്റിലായിരിക്കുമ്പോൾ യേശു എൻ്റെ കൂടെ. Everybody say hallelujah. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? One more shout of hallelujah. അല്പം കൂടെ ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. Now verse number 9, then the Lord reached out his hand and touched my mouth and said to me, now I have put my words in your mouth. 9ാമത്തെ വചനം, പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. Meaning, if God has called you for a particular job assignment, he will
enable you for that. അതിന്റെ അർത്ഥം ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ഉത്തരവാദിത്തം കർത്തവ്യം എടുക്കുവാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിവൃത്തീകരിക്കാനുള്ള ശക്തിയും കൂടെ അവൻ നിനക്ക് തന്നിട്ടുണ്ട്. Women in Kerala are married and are taken to another house, the husband's house. കേരളത്തിലുള്ള സ്ത്രീകൾ വിവാഹത്തിന് ശേഷം മറ്റൊരു വീട്ടിലേക്ക്, ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറ്റപ്പെടുകയാണ്. Usually that's a general thing, that's a normal thing, that's what is happening in Kerala. സാധാരണയായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. Wedding and marriage is very exciting, but the life after that in a different, strange home calls for a lot of anxiety and worry. എന്നാൽ കല്യാണവും വിവാഹ സൽക്കാരവും ഒക്കെ വളരെ വളരെ സന്തോഷകരമാണ്, രസാവഹമാണ്. എന്നാൽ അതിനുശേഷമുള്ള ജീവിതം എന്നുള്ളത് ജീവിതത്തിൽ പല ആകുലതകളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ്. So a girl is going into that house shivering like a rat. ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഭയന്നു വിറച്ചിട്ടാണ്. But if God has taken you there, He says, I am touching your mouth, or I am touching your life, I am enabling you to withstand every challenge. ഒരു പെൺകുട്ടിയെ ദൈവം അതിലേക്ക് അയക്കുവാൻ വേണ്ടി പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിന്റെ വായെ തൊട്ടിരിക്കുന്നു, നിന്റെ ജീവിതത്തെ തൊട്ടിരിക്കുന്നു, അവിടെ ജീവിക്കുവാനുള്ള സകല കൃപയും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. Jesus is our strength giver. കാരണം യേശുവാണ് നമ്മുടെ ശക്തി കേന്ദ്രം എന്നുള്ളത്. Philippians 4:13 says, I can do all things through Christ who strengthens me. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ശക്തിയുള്ളവനാകുന്നു. Say hallelujah. ചേർന്ന് ഹല്ലേലൂയ പറയാമോ? This day the Holy Spirit wants to really give you a word of encouragement. ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന്റെ ഉത്തേജനം ഓരോ വ്യക്തികൾക്കും നൽകുകയാണ്. He says, Jeremiah, don't say that you are a child. In this childish days I'll be there with you. ഇരമ്യാവിനോട് കർത്താവ് പറയുന്നു, ഇരമ്യാവേ, നീ ഒരു ബാലനെന്ന് പറയരുത്, ഈ ബാല്യ കാലഘട്ടത്തിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. Do not be afraid of bigger people. വലിയ ആളുകളെ കണ്ട് നീ ഒരിക്കലും ഭയപ്പെടരുത്. Do not be afraid of rulers and kings. രാജാക്കന്മാരെയും ഭരണാധികാരികളെയും കണ്ട് നീ ഭയപ്പെടേണ്ട. If I am there with you, why should you be afraid of anyone else? ഞാൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഇവരെയൊക്കെ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? Hallelujah. ഹല്ലേലൂയ. So remember one thing, in any age, any phase of life, Jesus is there with you. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ഏത് ഘട്ടത്തിലും ഏത് പ്രായത്തിലും യേശു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. He is there even in the old age. ഓർക്കുക, നിങ്ങളുടെ വാർദ്ധക്യത്തിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. Number 10 says, see, today I appoint you over nations and kingdoms to uproot and tear down, to destroy and overthrow, to build and to plant. 10-ാമത്തെ വചനം നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. The word of the Lord came to me. What do you see, Jeremiah? I see the branch of an almond tree, I replied. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, ഇരമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. The Lord said to me, you have seen correctly, for I am watching to see that my word is fulfilled. 12-ാമത്തെ വചനം, യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് അരുളി ചെയ്തു. You can even underline it in your Bible. I am watching to see that my word is fulfilled. അവിടെ നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾക്ക് അടിവരയിടാം, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ നോക്കിക്കൊള്ളും, ജാഗരിച്ചു കൊള്ളും. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 1984 when I came to Jesus, 1984 ഞാൻ യേശുവിലേക്ക് വന്ന സമയത്ത്, from that time Jesus started giving me a lot of promises. ആ സമയം മുതൽ യേശു കർത്താവ് എനിക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകി. My habit was that every time I received a promise, I would write down that promise in a diary, in that particular page. എൻ്റെ അന്നത്തെ ഒരു ശീലം ഇതായിരുന്നു, ഏതൊരു പ്രാവശ്യവും ഒരു ദൈവത്തിന്റെ വാഗ്ദാനം എനിക്ക് ലഭിച്ചാൽ ഒരു ഡയറിയിൽ ഞാനത് എഴുതിയെടുക്കുമായിരുന്നു. Today, after many years, if I go through the diary, I can prove that God is true to his promises. ഇന്ന് ആ ഡയറികൾ എടുത്ത് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നോക്കിയാൽ, ദൈവം ഈ കാര്യങ്ങളിലെല്ലാം വിശ്വസ്തനായി അത് നിവർത്തിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Because it is the same word that was spoken to Jeremiah, which is speaking to us also.
ഓർക്കുക, ഇരമ്യാവിനോട് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ദൈവം നമ്മോടും പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. If I spoke something, I am watchful over that. ഞാൻ എന്തെങ്കിലും പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ ജാഗരിച്ചു കൊള്ളും. Hallelujah. ഹല്ലേലൂയ. God can never change his word. ദൈവത്തിന് ഒരിക്കലും വാക്ക് മാറ്റാൻ പറ്റില്ല. Because God is not a liar. കാരണം ദൈവം ഒരിക്കലും ഒരു നുണയനല്ല. Devil is a liar. പകരം പിശാചാണ് നുണയൻ എന്നുള്ളത്. God speaks only truth. ദൈവം സത്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. Hallelujah. ഹല്ലേലൂയ. So we have that assurance that God is always watching over our lives. അതുകൊണ്ട് ദൈവം എല്ലായ്പ്പോഴും നമ്മെ ജാഗരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകണം. Hallelujah. ഹല്ലേലൂയ. So God says, I am still working on your life. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. My work on your life is not finished. നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്റെ പ്രവർത്തനങ്ങൾ ഇന്നുവരെ തീർന്നിട്ടില്ല. You are in the process. നിങ്ങൾ ഇപ്പോഴും ആ പ്രോസസ്സിലാണ്, ആ God പദ്ധതിക്കകത്താണ്. says, give me time. അതുകൊണ്ട് ദൈവം പറയുന്നത്, എനിക്ക് അല്പം കൂടെ സമയം താ. Let me work in your life. ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. Let me shape your life. ഞാൻ നിന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തട്ടെ. Do not be afraid of anything. ഒരു കാര്യത്തെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട. I'm there always with you. ഞാൻ എല്ലായ്പ്പോഴും നിന്റെ കൂടെയുണ്ട്. Keep my word. ഞാൻ എന്റെ വാക്ക് പാലിക്കും. As years pass by, you will know me more and more. നിങ്ങൾ വർഷങ്ങൾ കഴിയുന്തോറും നിങ്ങൾ എന്നെ കൂടുതൽ കൂടുതൽ നന്നായി അറിയും. Never stop praying. ഒരിക്കലും പ്രാർത്ഥന നിർത്തരുത്. Never decrease your prayer. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും കുറയ്ക്കരുത്. Never backslide from your prayer life. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ പുറകോട്ട് പോകരുത്. Never backslide from your walk with Jesus. യേശുവിനോടൊപ്പമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകരുത്. Never disbelieve Jesus. ഒരിക്കലും യേശുവിനെ അവിശ്വസിക്കരുത്. You cannot meet anyone like him anywhere. ഈ ലോകത്ത് എവിടെയും ഇതുപോലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല. So loving, അവൻ കൂടുതൽ so സ്നേഹവാനാണ്. faithful, അവൻ വളരെ വിശ്വസ്തനാണ്. caring. അവൻ വളരെ കരുതുന്നവനാണ്. Hallelujah. ഹല്ലേലൂയ. I just told you that God saw you even before he created sun, moon, stars and the whole earth. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഈ ലോകത്ത് കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആകാശത്തെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപേ അവൻ നിങ്ങളെ അറിഞ്ഞിരുന്നു. You say amen? എത്ര പേര് ആമേൻ പറയും? Hallelujah. ഹല്ലേലൂയ. But the biggest shift or the biggest turning point happens from the time you join your hands with Jesus to walk together. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് നിങ്ങളുടെ കൈ യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്ത് അവനുമായി ചേർന്നുള്ള യാത്ര തുടങ്ങിയ ആ നിമിഷം മുതലായിരുന്നു. Thank you, Jesus. കൈകൾ ഉയർത്തിയിട്ട് പറ, നന്ദി യേശുവേ. From the time you take a decision in your heart to live for Jesus, everything turns to another direction. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനിച്ച ആ നിമിഷം മുതൽ സകല കാര്യങ്ങൾക്കും മാറ്റം വന്നു തുടങ്ങി. I'm going to give you an opportunity to give your whole future, your whole life, everything that you have to the hands of Jesus. ഈ സമയത്ത് നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഭാവിയും യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുവാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ. Before that, let me tell you, from that moment, from the time you take that decision, remember, you don't need anyone else. Jesus is more than enough. ഓർക്കുക, ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി മറ്റാരുടെയും ആവശ്യം നിങ്ങൾക്കില്ല. എല്ലാത്തിനും മതിയായവനാണ് യേശു എന്ന കാര്യം മനസ്സിലാക്കുക. Hallelujah. ഹല്ലേലൂയ. If you are ready for that, lift your hands അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചാലും as high as possible. സാധിക്കുന്നിടത്തോളം. Hallelujah. ഹല്ലേലൂയ. And pray this prayer after me, Jesus. ഈ പ്രാർത്ഥന എനിക്ക് ശേഷം പ്രാർത്ഥിക്കാമോ? യേശുവേ, I confess all my sins to you. എൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ അങ്ങയോട് ഏറ്റുപറയുന്നു. I don't want to live in sin anymore. ഇനി മുതൽ പാപത്തിൽ ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ലപ്പാ. Jesus, I repent of my sins. യേശുവേ, എൻ്റെ പാപത്തിൽ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു. I want to live with you. അങ്ങയോടൊപ്പം ജീവിക്കുവാനായി ഞാൻ തീരുമാനിക്കുന്നു. Jesus, യേശുവേ, fill me with your Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. Wash me with your blood. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. Jesus, യേശുവേ, give my life to your hands. അങ്ങയുടെ കൈകളിലേക്ക് എന്റെ ജീവിതത്തെ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. Fill me with your peace. അങ്ങയുടെ സമാധാനത്താൽ എന്നെ നിറയ്ക്കണമേ.
Fill me with your Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. Hold my hand and lead me, Lord. എന്റെ കൈ പിടിച്ച് എന്നെ നയിക്കണമേ. I give myself. എന്നെ തന്നെ അങ്ങേയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. I give everything I have into your hands. എനിക്കുള്ളതെല്ലാം അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഇപ്പോൾ ഏൽപ്പിക്കുന്നു. Jesus, യേശുവേ, you are my master. അങ്ങ് എന്റെ യജമാനനാണ്. You are my Lord. അങ്ങ് എന്റെ കർത്താവാണ്. You are my everything. അങ്ങ് എനിക്കെല്ലാമാണ്. You are my Savior. അങ്ങ് എന്റെ രക്ഷകനാണ്. Thank you for receiving me, Lord. എന്നെ സ്വീകരിച്ചതിനായി നന്ദി കർത്താവേ. Lift your hands once again. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തിപ്പിടിച്ചാലും I can see so many bondages being broken right now. ഈ സമയത്ത് ഒത്തിരി ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നതായി ഞാൻ കാണുന്നു. Mental bondages, emotional bondages are broken right now. മാനസികമായിട്ടുള്ള വൈകാരിക മേഖലയിലുള്ള ബന്ധനങ്ങൾ ഈ സമയത്ത് ഇത് അഴിഞ്ഞു പോകുന്നു. You are out from the grip of all darkness right now. എല്ലാ അന്ധകാരത്തിന്റെ പിടിയിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ സ്വതന്ത്രരായിരിക്കുന്നു. You have entered into the marvelous light of the Son of God. ഇപ്പോൾ ദൈവപുത്രനായ യേശുവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. Jesus said, I am the light of the world. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. If you walk after me, നിങ്ങൾ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ you will never be in darkness. നീ ഒരിക്കലും അന്ധകാരത്തിന് Have കീഴിലായിരിക്കില്ല. the light of life. നിങ്ങൾക്ക് ജീവന്റെ വെളിച്ചമുള്ളവരായി You തീരും. are already in the light of Jesus. നിങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ വെളിച്ചത്തിനകത്താക്കപ്പെട്ടിരിക്കുന്നു. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001. ഇവർക്ക് വിവാഹം കഴിഞ്ഞ് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നത് മൂലം ഒരു തടസ്സമുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെയാണ് ഈ മകൾക്ക് പ്രെയർ ഡയറി കയ്യിൽ കിട്ടിയത്. 1.5 വർഷമായി ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ കുട്ടികൾ ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. അതിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥിക്കുകയും പ്രെയർ ഡയറിയിൽ എഴുതി വെച്ച് ഇവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 3 മാസത്തിനകം, ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ 3 മാസത്തിനകം ഈ സഹോദരി ഗർഭവതിയാകുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കുകയും ചെയ്തു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഇതിനു മുൻപ് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ മനസ്സിലായിട്ടല്ല പ്രാർത്ഥിക്കണേ, ചുമ്മാ കർത്താവേ തരണേ, തന്നാ നല്ലതായിരുന്നു, കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് പ്രേയർ ഡയറി കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്ന മെത്തേഡ് നിങ്ങൾക്ക് കിട്ടി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, വചനം ചൊല്ലി പ്രാർത്ഥിക്കണം, വചനത്തിൻ്റെ ആധികാരികയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, ബൈബിൾ പറയുന്ന വിധത്തിൽ പ്രാർത്ഥിക്കണം, ഒടുവിൽ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ആ മെത്തേഡ് അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ പറയുന്ന അനുസരിച്ച് പിതാവിൻ്റെ ഹിതം
മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് വിടുതൽ ലഭിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രേയർ ഡയറി ഇതിനോടകം വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളത് വാങ്ങിക്കണം. ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത വീട്ടിൽ മറ്റ് പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നിങ്ങളൊരു പ്രേയർ ഡയറി വാങ്ങിച്ച് സമ്മാനമായി കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ടെസ്റ്റിമണി കേട്ടു. ഒരു കുട്ടി അവളുടെ വലത്തെ കൈ കൊണ്ട് അവൾക്ക് എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു. തമ്പിന് വന്നിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലം കൊണ്ട്. അവൾ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, പക്ഷെ ഒരിക്കലും അവൾ ഉന്നത സ്ഥലത്തെത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു പരീക്ഷയുടെ സമയത്ത് അവളുടെ BEd എക്സാമിൻ്റെ സമയത്ത് അവൾക്ക് കൈവിരലിന് ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് അവളുടെ ഒരു ആൻറ്റി ഒരു സമ്മാനമായി, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായി അവൾക്കൊരു പ്രേയർ ഡയറിയാണ് കൊടുത്തത്. അവൾ ആ പ്രേയർ ഡയറി എടുത്തതിന് ശേഷം അതിനകത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ എൻ്റെ 10, 21, 22 വർഷം വരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടത്തെ കൈവച്ച് എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ പരീക്ഷ ഞാൻ ഇടത്തെ കൈവച്ച് എഴുതാൻ പോവുകയാണെന്ന് അവൾ തീരുമാനിച്ചു. ആ പ്രേയർ ഡയറിയിലെ പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെ ആദ്യമായി അവൾ ഇടത്തെ കൈവച്ച് BEd എക്സാം എഴുതി. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയട്ടെ. എക്സാം പാസ്സായതല്ല കഥ, ആ യൂണിവേഴ്സിറ്റിയിലെ 1ാം റാങ്കാണ് അവൾക്ക് കിട്ടിയത്. ഒരു സഹോദരി ഒരു ഗിഫ്റ്റായി കൊടുത്ത ഒരു പ്രേയർ ഡയറി, അവളുടെ വിദ്യാഭ്യാസം അവിടെ തീരണ്ടെടുത്ത് അത് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. സെയിം BEd കോളേജിൽ തന്നെ ലെക്ചറായിട്ട് ഇന്ന് അവൾ വർക്ക് ചെയ്യുകയാണ്. അതുപോലെ കർത്താവ് അവളെ ഉപയോഗിച്ചു. ഇതാണ് കർത്താവ്. കാരണം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയാണ്. ഒരിക്കൽ കൂടെ കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കൈ നീട്ടി ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ. രോഗികൾക്ക് പൂർണ്ണ വിടുതൽ അങ്ങ് നൽകണമേ. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ത്വക്കിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ, അലർജി ആകാം, സൊറായസിസ് ആകാം, ഏതെങ്കിലും രീതിയിലുള്ള മുറിവുകളോ വ്രണങ്ങളോ ആകാം, യേശുവിൻ്റെ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. തൈറോയിഡ് നോടനുബന്ധിച്ചുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഗോഡ്. അന്നനാളത്തിനുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. മുടി വല്ലാതെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സാധാരണ രീതിയിലൊരു മുടി പൊഴിച്ചിലല്ല, വല്ലാത്ത രീതിയിൽ മുടി പൊഴിയുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അത് തിരികെ വരാൻ അങ്ങയുടെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടുകൾക്കകത്തുള്ള തേയ്മാനങ്ങളും പ്രയാസങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ മൂക്കിൻ്റെ അകത്ത് മാംസ വളർച്ച കൊണ്ട് ശ്വാസം നന്നായി ശ്വസിക്കാൻ കഴിയാത്ത വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മാരകമായ ചില രോഗങ്ങൾ രക്തത്തിലുള്ളത് പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ജോയിൻറ്റ് പെയിൻ ഇപ്പോൾ മാറട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ കർത്താവെ നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്ന അസ്ഥികളുള്ള തേയ്മാനങ്ങൾ മാറിപ്പോകട്ടെ. കണ്ണിൻ്റെ കാഴ്ച, കാതിൻ്റെ കേൾവിശക്തി ഇതെല്ലാം തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ നീ എങ്ങനെ വിടുതൽ കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഈ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക, ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവെ ആ വിടുതൽ ഇപ്പോൾ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കരൾ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ. സാമ്പത്തികമായ ആവശ്യങ്ങൾക്കായി, കടബാധ്യതകൾ മാറേണ്ടതിന്, ജപ്തി മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. ലോൺ എടുത്ത് തിരികെ അടക്കാൻ കഴിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നീ അത്ഭുതം ചെയ്ത് തിരികെ അടക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ജോലി സംബന്ധമായ വിഷയങ്ങൾ, പ്രത്യേകിച്ചൊരു പ്രൊമോഷൻ ലഭിക്കാൻ അർഹതയുണ്ട്, പക്ഷേ ആരൊക്കെയോ തടഞ്ഞു വച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതിനൊക്കെ റിലീസ് ഉണ്ടാകട്ടെ.
ചില കേസുകളിൽ, കോടതി കേസുകളിൽ, പോലീസ് സ്റ്റേഷനിലെ കേസുകളിലൊക്കെ കുരുങ്ങി ജീവിതം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നത്. അതിനുവേണ്ടി കാശ് മുടക്കി എന്നാൽ എങ്ങും എത്തുന്നില്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യവഹാരങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. ദൈവികമായ ന്യായം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോൺ എടുത്ത് തിരികെ അടക്കാൻ കഴിയാത്തവർ, ജപ്തി മുമ്പിൽ വന്ന് നിൽക്കുന്നവർ, ഇതിലെല്ലാം കർത്താവ് പൂർണ്ണമായൊരു അത്ഭുതകരമായ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ ഹ്യൂസ്റ്റണിൽ ഫെസ്റ്റിവൽ ഓഫ് ബ്ലെസ്സിങ് നടക്കുന്നു. ടെക്സസിലും ചുറ്റുമുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ വന്നു ചേരാൻ കഴിയുന്നവർ ദയവായി വരണം. നേരിൽ കാണാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് ഇടയാക്കും. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങളും CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ ബന്ധപ്പെടാം. വെബ്സൈറ്റ് സന്ദർശിക്കാം, ഓൺലൈനായി കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you all. Bye-bye. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001.